എല്ലാവർക്കും നമസ്കാരം. ഞാൻ ധന്യ, ഒപ്പം ചന്ദ്രേട്ടനും. നമ്മളുടെ വാഴകൃഷിയുടെ ഭാഗം 2 ആണ്. അപ്പൊ എന്തായാലും 1ാം ഭാഗം കണ്ടിട്ടില്ലാത്തവരൊക്കെ കാണുക. അപ്പോൾ നമ്മൾ ഓരോ ആഴ്ചയിലും ഈ 1000 വാഴയുടെ ഓരോ കാര്യങ്ങളും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉള്ളവർക്ക് സ്ഥിരമായിട്ട് നമ്മളുടെ കൂടെ കൂടാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആകെ 4 വാഴക്കന്ന് മാത്രമാണ് വെച്ച് കാണിച്ച് നമ്മളൊരു ഉദ്ഘാടനം എന്നുള്ള രീതിയിൽ നമ്മൾ വെച്ചത്. അപ്പോൾ ഈ ഒരാഴ്ചയായപ്പോഴേക്കും ഈ 1000 വാഴയുടെ ഒരു 500ഓളം വാഴ വെക്കൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് കമന്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ ചന്ദ്രേട്ടാ? കുറച്ച് കമന്റ് എന്തൊക്കെയായിരുന്നു? വാഴ കന്ന് പൊട്ടുന്നത് ചെത്തല എങ്ങനെയാന്നുള്ളത്, അത് ചെത്തത് അത് കണ്ടില്ല എന്ന് പറഞ്ഞു ചിലവര്. ഞങ്ങൾ കന്ന് ചെത്തിയ, പക്ഷെ അത് വീഡിയോയിൽ പെട്ടിട്ടില്ല. പെട്ടിട്ടില്ല. അപ്പൊ നമ്മള് വെച്ച അന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഒരു ഏകദേശം ഒരു 20 ദിവസം മുന്നേ നമ്മള് ചെത്തി വൃത്തിയാക്കി മരുന്നിൽ മുക്കി വെച്ച കന്നുകളായിരുന്നു. അപ്പൊ എന്ത് മരുന്നിലാണ് നമ്മൾ മുക്കിയത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മളിപ്പോ സാധാരണ ആദ്യമൊക്കെ നമ്മൾ എല്ലാവരും ചെയ്തിരുന്നത് ക്ലോർപൈറിഫോസ് കണ്ടന്റ് ഉള്ള കീടനാശിനികളാണ് നമ്മൾ ഈ വാഴക്കന്ന് മുക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഇപ്പൊ ഒരു ഇത്രയും കൂടി ഗ്രേഡ് മാറി. നമ്മൾ ഈ കൊറോണയാണ് ഇപ്പൊ പൊതുവെ കർഷകർ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. അതിൽ നമ്മളെ ക്ലോർപൈറിഫോസും സൈപ്പർമെത്രിനും അടങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഇൻസെക്ടിസൈഡ് ആണ്. അത്യാവശ്യം ഇതിൽ മുക്കിയിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ 99% കീടങ്ങൾ നശിച്ചു പോകും. അപ്പൊ നമ്മൾ ഇവിടെ മുക്കിയിട്ടുള്ളത് കൊറോണയാണ് മുക്കിയിട്ടുള്ളത്. ഇങ്ങനെ നോക്കിയിട്ടാ ഈ ഭാഗം ഇങ്ങനെ മുളച്ച് നിൽക്കുന്നത് ചെത്ത്, അതിൻ്റെ ഉള്ളിൽ പുഴുണ്ടോ നോക്കുക, കാര്യങ്ങൾ നോക്കിയതിന് ശേഷം മരുന്നിൽ മുക്കുക. നമ്മൾ ഈ സൈഡിലെ കന്ന് നമ്മള് ചെത്തി കളയുന്നത് പെട്ടെന്ന് കന്ന് പൊട്ടാതിരിക്കാനല്ലേ? കന്ന് പൊട്ടാതിരിക്കാൻ. മറ്റേ 15-20 ദിവസം കഴിയുമ്പോഴേക്ക് വായനക്കാട്ടി മുന്നേ കന്ന് വരും. അപ്പൊ അത് നോക്കുക, വെക്കുക. മരുന്നിൽ മുക്കൽ നിർബന്ധമാണ് ഈ വരുന്ന കന്ന്. ഒരിക്കലും മുക്കാതെ വെച്ചിട്ട് കാര്യമില്ല. അതാണ്. ഇതിപ്പോ ശരിക്കും കുറച്ച് ദിവസം കിടന്നൊരു ഇത്തിരി പഴക്കം വന്നൊരു കന്നായതുകൊണ്ടാണ് ഒന്നാമത്തെ ഒരു പ്രശ്നം വന്നത്. പോയിട്ടില്ല. ഇതിങ്ങനെ നോക്കാഞ്ഞാൽ ഉള്ളിൽ പോവും. അപ്പൊ ശരിക്കും ഈ ഒരു പണി കഴിയുന്നതും നമ്മള് മുതലിറക്കുന്നവർ തന്നെ നോക്കിയാൽ നല്ലത്. നോക്കി വെക്കണം. അല്ല അരവാഴയൊക്കെ ആകുമ്പോഴാണ് തൂമ്പടപ്പ് വരിക. അല്ലാതെ കേടില്ലാത്ത കന്ന് ഇങ്ങനെ വരും ചെത്തിയാല്. കേടൊന്നും ഉണ്ടാവില്ല. നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. മറ്റേ കേട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് കന്ന് ചെത്തി വൃത്തിയാക്കിട്ട്. സൂചിക്കന്ന്, അതായത് 9 തൊട്ട് 12 ഇല 12 കൂമ്പായി നിക്കണ കന്നുകൾ സൂചിക്കന്ന്. അതിലേറെ പോയത് പിന്നെ വലിയ കന്നാകും. ഇപ്പൊ ഇതില് നമുക്ക് ഇപ്പൊ ഇതൊന്ന് മറ്റുള്ളവർ എല്ലാവർക്കും അറിവിലേക്ക് സൂചിക്കന്നിന്റെ താഴെയാണ്. ഇത് 1 2 3 4 5 6 9. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മള് 12 ഇലയുള്ളതാണ്. 10 മുതൽ 12 ഇല വരെയുള്ളത്. ഇതും തേനി തന്നെയാണ്. ഇത് പക്ഷെ വളരെ ചെറുതാണ്. നമ്മൾ ഈ പറഞ്ഞ 9 മാസം കൊണ്ട് നമുക്കിത് വിളവെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഇതൊക്കെ കന്ന് ചെറുപ്പാച്ചിട്ട് 9 മാസം കൊണ്ട് നിൽക്കണം. അത് നമ്മുടെ നോട്ടത്തിലാണ് ഇതിന്റെ ഇത് നിൽക്കുന്നത്. നമ്മൾ നോക്കണം, ശരിക്കും നോക്കണം. എല്ലാ മരുന്നും കാര്യങ്ങളും കൊടുത്ത് നോക്കണം ശരിക്കും. എന്നാലേ അതൊരു കാര്യമുള്ളൂ. അല്ലെങ്കിൽ പിന്നെ കാര്യമില്ല. അതായത് ഈ പുഴുവിന്റെ ഇങ്ങനത്തെ ആ ഒരു കല ഇതിന്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ പോയിട്ടുണ്ട്. റൂട്ട് കറക്റ്റ് ആണ്. അപ്പൊ വെറുതെ നമ്മളിങ്ങനെ മരുന്ന് ഇങ്ങനെ വെറുതെ പേരിന് മുക്കിയിട്ട് കാര്യമില്ല. മരുന്നില് ഒരു 1/4 മണിക്കൂർ ടൈമെങ്കിലും ഇത്തരം പഴക്കമുള്ള കന്നുകൾ ഇട്ട് വെക്കണം. ഇട്ട് വെക്കാഞ്ഞാല് ഇതിവിടെ കത്തി നല്ലതില്ലാത്തതുകൊണ്ടാണ് കേട്ടാ. ഈ ഒരു ചെറിയൊരു കിട്ടിയത് കൊണ്ട് ഞങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കന്ന് ഇറക്കിയിട്ട് കുറച്ച് ദിവസമായി. പണ്ടുള്ളവരൊക്കെ പറയാറ് നമ്മള് കൊല വെട്ടിക്കഴിഞ്ഞാൽ എത്ര ദിവസത്തിനുള്ളിൽ 3-4 ദിവസത്തിനുള്ളിൽ കന്ന് പിരിച്ചെടുത്ത് ഒരാഴ്ചന്റെ ഉള്ളിൽ പിരിക്കണം. അതേമാതിരി തന്നെ മഴ കൊള്ളാത്തോടത്ത് വെക്കണം. എന്നിട്ട് വെള്ളത്തിന്റെ ശല്യമൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ പെട്ടെന്ന് കന്ന് കുഴിച്ചിട്ടുണ്ടതിന് വെള്ളം ഇല്ലെങ്കിൽ എപ്പോ വേണമെങ്കിലും വെക്കട്ടോ. അപ്പൊ അങ്ങനെയാണ് ശരിക്കും കൊല വെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ നമ്മുടെ തോട്ടത്തിലേക്ക് എത്തുകയാണെങ്കിൽ ഈ വക കേടുകൾ ഒരു കേടുണ്ടാവില്ല. കീടങ്ങളൊന്നും ചെറിയ കന്ന് പൊട്ടണ കേടുണ്ടാവില്ല. പിന്നെ ഒരു കീടത്തിന്റെ ഒരു കേടും ഉണ്ടാവില്ല. അപ്പൊ ഇതിപ്പോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി പഴയ കന്നാണ്. അതായത് ഇവിടെ ഇറക്കിയിട്ട് കുറെ ഇപ്പൊ ഏകദേശം ഒരു 2 ആഴ്ചക്ക് പഴയതുമാണ്. കന്ന് ഇവിടെ കൊടന്നിട്ടും പഴയതാണ്. പോരാത്തതിന് അവിടെ വാഴ വെട്ടിയിട്ട് തിരിച്ച് വന്ന സ്ഥലത്ത് വാഴ വെട്ടിയിട്ട് എത്ര പഴക്കമുണ്ടെന്ന് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അപ്പൊ ഏകദേശം ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാം ഒരു മാസത്തോളം എങ്ങനെയായാലും ഇതിനൊരു പഴക്കമുണ്ട്. പക്ഷെ എന്ന് വെച്ചിട്ട് നമ്മൾ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസിൽ നമുക്കിത് രക്ഷപ്പെടുത്തി എടുക്കാവുന്നതേ ഉള്ളൂ. രക്ഷപ്പെടും, കുഴപ്പമില്ല, രക്ഷപ്പെടും. അപ്പൊ അതായത് നമ്മളിപ്പോ കൊടുന്ന പച്ച കന്നിനെക്കാട്ടി ഉഷാറായിട്ട് വരും. നമ്മളിപ്പോ നട്ട ആ വാഴകൾ നമ്മൾ മരുന്ന് മുക്കിയത് ഒന്ന് എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. എന്താ വെച്ചാല് എല്ലാവരും എങ്ങനെയാണ് 15 മിനിറ്റ് വെള്ളത്തിലിട്ട് വെക്കുന്നത്, അത് വലിയ ഡ്രമ്മൊക്കെ വേണ്ടതെന്നുള്ളതാണ് ചോദ്യം. ഞങ്ങളിവിടെ ഈ പറഞ്ഞ പോലെ വാഴക്കന്ന് മുക്കിയത് ഇതേപോലെ ഒരു ചാലില് നമ്മുടെ ടർപ്പായ അങ്ങോട്ട് വിരിച്ച് 2 സൈഡും അടച്ച് അതിൽ വെള്ളം ഒഴിക്കുക. 2 മില്ലി 1 ലിറ്ററിന് 2 മില്ലി 2.5 മില്ലി വെച്ച് ഒഴിച്ചിട്ട് ചെയ്യാം. അപ്പൊ ഒറ്റ ട്രിപ്പിന് തന്നെ ഒരു 100 വാഴക്കന്ന് 100 പോകും. അതിന്റെ ഷീറ്റിന്റെ വലിപ്പം പോലെ. അപ്പൊ നമ്മളല്ലാതെ ഡ്രമ്മിലിടാണെങ്കിൽ ഈ പറഞ്ഞ പോലെ പൊന്തി കിടക്കലും അതും നമുക്ക് അത്ര കണ്ട് കുറെ ടൈം നമുക്ക് വെറുതെ വേസ്റ്റ് ആവും. ടൈമും വേസ്റ്റ് ആവും. നന്നാടിയിട്ട് തന്നെ മരുന്നിന്റെ
വ്യാപ്തി കൂടിയും പോകും. കൂടും. അപ്പൊ ഇത് നമുക്ക് ഒരേപോലെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്തായാലും നമ്മളുടെ മരുന്ന് മുക്കുന്ന കാര്യം, കന്ന് ചെത്തുന്ന കാര്യവും നിങ്ങൾക്ക് മനസ്സിലായി. കന്ന് ഇത്തിരി പഴയതാണെങ്കിലും കുഴപ്പമില്ല. കൃത്യമായിട്ട് ഈ പറഞ്ഞ പോലെ കൊറോണ്ടയിൽ നമ്മൾ മുക്കി വെക്കുകയാണെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല. നമ്മളിവിടെ അന്ന് ഉദ്ഘാടനം കഴിച്ച സമയത്ത് ആകെ ഒരു 4 വാഴ മാത്രമേ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ കറക്റ്റ് ഒരാഴ്ച കൊണ്ട് അല്ലെങ്കിൽ 6 ദിവസം കൊണ്ടാണ് ഒരു ഇല വരിക എന്ന് പറയുന്നത്. ഇപ്പൊ ഇത് വേര് പിടിച്ചാൽ ഇപ്പൊ ചെറുപ്പത്തിലൊക്കെ 5 ദിവസം 4 ദിവസം കഴിഞ്ഞ 5-ാം ദിവസം വിരിഞ്ഞില്ലെങ്കിലും വിരിയാനുള്ള കോലത്തിൽ വരും. പക്ഷെ ഇനിയിപ്പോ എന്താ നമ്മളെ പുഴു നോക്കണം. ശരിക്കും പുഴു വരുന്നത് നോക്കണം. ഈ പ്രായത്തിലാണ് ഇതൊരു തൂമ്പ് വരുന്നത്, നല്ലോണം പുഴു വരും മഞ്ഞ് കൂടിയാല്. അപ്പൊ അതിന് നമ്മള് ഏതെങ്കിലുമൊക്കെ ഒന്ന് ഏറ്റവും വീര്യം കുറഞ്ഞ എന്തെങ്കിലുമൊക്കെ ഒരു മരുന്നുകള് അടിച്ചു കൊടുക്കുക. നല്ലതുപോലെ പുഴു വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ മഴ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുകയാണെങ്കിൽ നമ്മുടെ വാഴയ്ക്കൊക്കെ നല്ലതാണ്. അതല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് കൂടുതൽ മഴ പെയ്താൽ. കൂടിയാലും പറ്റ പോയാലും കേട്ടോ. അപ്പൊ അതുപോലെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഒരു കമന്റ് ആയിരുന്നു എത്രയാണ് അകലം എന്നുള്ളത്. അപ്പൊ 2x2 മീറ്റർ ആണ് നമ്മള് വാഴ വെക്കുന്ന ഒരു അകലം എന്ന് പറയുന്നത്. ഇനിയിപ്പോ വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ലാത്തവർക്ക് നമുക്ക് ഇതിന്റെ ഇടയിൽ ഇപ്പൊ അതായത് വാഴക്കന്ന് നടുമ്പോ തന്നെ വേണമെങ്കിൽ ഇടവേള എന്തെങ്കിലും ചെയ്യാം. പയറ് ചെയ്യാം, കക്കരി ചെയ്യാം. പിന്നെ ചേന ചേമ്പ് അത് വലിയൊരു മെച്ചമുള്ള ഒരു കാര്യമൊന്നുമല്ല, വാഴ കുറയും. പക്ഷെ ഇതൊക്കെ പച്ചക്കറി ഐറ്റത്തിൽ എന്തുണ്ടാക്കാം. പാവലോ പയറോ കക്കരി വെള്ളരി ഉണ്ടാക്കാം. വെള്ളരി ഇപ്പൊ അതിന് ഏരെടുത്തിട്ട് ഒരേമാതിരി വെള്ളം മൂടാത്ത സ്ഥലമാണ് ഒരേമാതിരി വെള്ളരി കൊണ്ട് ഇട്ട് കൊടുത്താൽ 40 ദിവസം കായാവും. അപ്പൊ ശരിക്കും നമ്മുടെ വാഴയ്ക്കുള്ള കംപ്ലീറ്റ് വളപ്രയോഗത്തിനുള്ള കാശ് നമുക്ക് ഈ ഇടവേളയെന്നുള്ളതിൽ നിന്ന് വെള്ളരി കപ്പയിലൂടെ. അപ്പൊ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിപ്പോ എന്തായാലും ഇത് ഇടാത്തതിന്റെ കാരണം ഇവിടെ ഈ പറഞ്ഞ പോലെ വെള്ളത്തിന്റെ പ്രശ്നവും ഇവിടെ ഇങ്ങനെ ഏരും. അപ്പൊ അതുകൊണ്ടാണ് ചെയ്യാത്തത്. നമ്മളോടൊപ്പം വെള്ളരി ചെയ്യാൻ നമ്മളെ ഈ ഭൂമിയിൽ ചെയ്യാൻ പറ്റൂല. ചെയ്യാന്ന് വെച്ചാൽ ഏരാക്കി ചെയ്ത് പക്ഷെ കായ വരുമ്പോ തുലാമാസത്തിലെ വെള്ളം നമ്മളെ വെള്ളരി പോയി ഒക്കെ കായ പോവുക. പിന്നെ കണ്ടത്തേക്ക് കടക്കാൻ കൂടി പറ്റില്ല. ആ കാലത്തിലെ മണം കാര്യമൊക്കെ. അതുകൊണ്ടാണ്. അപ്പൊ നമ്മളിപ്പോ ചിങ്ങമാസം ആയിരുന്നോട്ട് കാര്യമില്ല. ഒരു തുലാം മഴ നമ്മളിങ്ങനെ അതും പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് നമ്മുടെ ഈ വാഴകൃഷി എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ഈ സമയത്ത് ആരും ഈ രാസവളങ്ങൾ ആരും ഉപയോഗിക്കരുത്. അതൊക്കെ സ്പ്രേ മാത്രം. അപ്പൊ ഒരു 2 ഇല 3 ഇലയൊക്കെ ആവുമ്പോൾ 4-ാമത്തെ ഇല മുതൽ DAP ഒക്കെ കൊടുക്കാം. അപ്പൊ ഇപ്പൊ വേണേൽ തുടങ്ങാം. പക്ഷെ 4-ാമത്തെ ഇലയിൽ വെച്ചാൽ എന്താ പറയുക, 4 ഇലക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു 20 ദിവസത്തിനുള്ളിൽ കൊടുക്കുമ്പോൾ ഒരു 7 ഇല വരുള്ളൂ. അപ്പൊ എന്താ ഒരടി നന്നാക്കി കിട്ടും. അപ്പൊ 4 ഇലക്ക് 2 അടിയും കിട്ടും, 3 ഇലക്ക് 1 അടിയും കിട്ടും. അപ്പൊ അത് ഒരു മെച്ചമായിട്ട് വരും. കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ ശനിയാഴ്ചയാണ് വീഡിയോ ചെയ്തത്. ഇന്നിപ്പോ ഞായറാഴ്ചയാണ്. അപ്പോൾ ആകെ ഒരു 3 ദിവസത്തെ പണി കൊണ്ട് ഏകദേശം ഒരു പകുതിയോളം മാത്രമേ നമുക്ക് വാഴ വെച്ച് കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയും വാഴ വെക്കാൻ കിടക്കുകയാണ്. അപ്പൊ മണ്ണ് ആദ്യമേ തന്നെ നമ്മൾ ലെവൽ ചെയ്യുന്ന സമയത്ത് മൊത്തത്തിലാണ് ഡോളമൈറ്റ് ഇട്ടത്. ഇതിന്റെ കപ്പേന്റെ ഏരിൽ ഒന്നായിട്ട് ഡോളമൈറ്റ് ഇട്ടത്. അതായത് നമ്മൾ വാഴക്കുഴിയിലൊന്നും കണക്കാക്കിയിട്ടല്ല, മൊത്തത്തിലാണ് നമ്മൾ ഇട്ട് കൊടുത്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഡോളമൈറ്റിന്റെ ആ മണ്ണിന്റെ പുളിരസൊക്കെ കറക്റ്റ് ആയിട്ടുണ്ടാവും. ഇപ്പൊ കറക്റ്റ് ഒരാഴ്ച കൊണ്ട് 1 ഇല 2 ഇല അങ്ങനെ വന്ന് നിൽക്കുകയാണ്. ഇപ്പൊ നിലവിൽ ഞങ്ങൾ എന്തായാലും ഇവിടെ ഒരു ജൈവവളോ രാസവളോ ഒന്നും ഉപയോഗിക്കുന്നില്ല. കാരണം ഞങ്ങൾ തുലാമഴ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ അതുവരെ പൂർണ്ണമായിട്ടും ഇലയമ്പൾ കൊടുക്കുന്നു. അതായത് ഫോളിയർ അല്ലെങ്കിൽ പത്രപോഷണം വഴി മാത്രമാണ് വളങ്ങളെല്ലാം കൊടുക്കുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തത് ഒന്ന് ചന്ദ്രേട്ടാ എന്ന് പറഞ്ഞ എന്തൊക്കെയാണ്? DAP കൊടുത്തു. DAP എത്ര ml ആണ്? അത് 3 മുതൽ 4 ml വരെ. 4 ml വരെ. 4 ഇല കൂടുമ്പോ 4 ml ആണ്. ഇല വലിപ്പം കൂടുമ്പോ കട്ടി വെക്കും തോറും നമുക്ക് 4 ml. പിന്നെ അത് 2 പ്രാവശ്യം കൊടുത്തു. പിന്നെ അതിലിടയ്ക്ക് SOP കൊടുത്തു. അപ്പൊ നമ്മൾ 2 കൊടുക്കൽ SOP 2 കൊടുക്കൽ DAP ശേഷം ജൈവവളം ചേർത്തതിന്റെ ശേഷമാണ് രാസവളം കൊടുക്കുന്നത്. അപ്പൊ നമ്മളോടൊപ്പം തന്നെ വാഴകൃഷി ചെയ്യുന്നവരുണ്ടെങ്കിൽ നമ്മളോടൊപ്പം തന്നെ കൂടിക്കോ. അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റായി രേഖപ്പെടുത്താം. നമ്മൾ അടുത്ത വീഡിയോയിൽ അത് പറയുന്നതായിരിക്കും. അപ്പൊ എന്തായാലും ഇതേപോലെയുള്ളവരാണെങ്കിൽ വെള്ളം കയറും എന്നുള്ളവരൊക്കെ ആണെങ്കിൽ ഒരിക്കലും രാസവളോ ജൈവവളോ ഒന്നും തൊടിക്കാൻ നിൽക്കണ്ട. നമുക്ക് ഈ പറയുന്ന NPK എന്ന് പറയുന്ന എല്ലാ വളങ്ങളും ഇപ്പൊ ഇലയുമ്പോൾ കൊടുത്താൽ മതി. സാധാരണ എന്താ പറയാ വളരുന്നത് പോലെ തന്നെ വാഴ വളരും. ഒരു 6 ദിവസം കൂടുമ്പോഴാണ് ഒരു ഇല വരുന്നതെങ്കിൽ അതുപോലെ തന്നെ മണ്ണിലിട്ടാലും ഇലയുമ്പോൾ കൊടുത്താലും വാഴ വളർന്നുകൊണ്ടിരിക്കും. അപ്പൊ എന്തായാലും ഇനി ഞങ്ങൾ കുറെ പറയുന്നില്ല. ഇനി നമുക്ക് അടുത്ത ആഴ്ച കാണാം. അപ്പൊ ചന്ദ്രേട്ടാ എന്തായാലും നമുക്ക് അടുത്ത ആഴ്ചയൊക്കെ നമുക്ക് നമ്മുടെ മുഴുവൻ വാഴ വെച്ച് കഴിയുന്ന വിചാരിക്കാം അല്ലേ? വെച്ച് കഴിയും. അപ്പൊ നമ്മള് ഒരു 500 തേനിയും പിന്നെ ഇനി എന്തായാലും നമ്മൾ മേട്ടുപ്പാളയം വെക്കാന്നാണ്. കന്ന് കിട്ടാൻ ഒരു ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ആയി. അപ്പൊ പിന്നെ ഞങ്ങൾ എന്തായാലും ഇനി മേട്ടുപ്പാളയത്തിലേക്ക് മാറാന്ന് വിചാരിച്ചു. അപ്പോൾ അടുത്ത ആഴ്ച കാണാം. അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ നേന്ത്രവാഴ കൃഷിയിൽ സംശയങ്ങൾ ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റായി രേഖപ്പെടുത്താം. നമ്മൾ എല്ലാ കമന്റുകൾക്കുള്ള ഉത്തരങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പൊ എന്തായാലും ഇത്രയേ ഉള്ളൂ. അപ്പൊ എന്തായാലും ബൈ.